ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് വൻ ആൾത്തിരക്ക്. ഫൂൽപൂരിൽ സുരക്ഷാ ബാരിക്കേഡുകളും ഉച്ചഭാഷണികളും തകർന്നതോടെ രാഹുലും അഖിലേഷും പ്രസംഗിക്കാതെ മടങ്ങി. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, അനിയന്ത്രിതമായ ഒരു ആൾത്തിരക്കുണ്ടാകുന്നു, അതിനപ്പുറത്തേക്ക് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? യു പിയിലെ റാലിയിലാണ് വലിയ ആൾത്തിരക്കിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും സംസാരിക്കാനാവാതെ മടങ്ങേണ്ടി വന്നത്. സുരക്ഷാ ബാരിക്കേഡുകളും അവിടെ സ്ഥാപിച്ചിരുന്ന ഓഡിയോ സ്പീക്കറുകളും മറ്റും തകരുന്നു. അത്തരത്തിലൊരു വലിയ തിരക്ക് അവിടെ ഉണ്ടാകുന്നു. ഇന്ന് തൊട്ടു മുമ്പ് പങ്കെടുത്ത റാലിയിലും സമാനമായി ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഇപ്പോൾ ഫൂൽപൂരിലാണ് ഇത്തരത്തിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും സംസാരിക്കാതെ മടങ്ങേണ്ടി വരുന്നത്. പ്രവർത്തകരുടെ വലിയ ആവേശം അത് അതിരുവിട്ടതോടുകൂടിയാണ് നിയന്ത്രണങ്ങളെല്ലാം മറികടക്കുന്ന ഒരു തരത്തിലേക്ക് അവിടെ പോയത്. തുടർന്നാണ് ഇരു നേതാക്കളും അവിടെ റാലി അഭിസംബോധന ചെയ്യാതെ മടങ്ങുകയായിരുന്നു. ബൽറാം ചേരുന്നുണ്ട്. ബൽറാം, ഈ ആവേശം അതിർവിട്ടതിനപ്പുറത്തേക്ക് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഗൂഗിൾ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സംഭവത്തെ തുടർന്ന് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഇന്ന് രണ്ട് സംയുക്ത പരിപാടികളാണ് ഉത്തർപ്രദേശിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ ഫൂൽപൂരിലെ പരിപാടിക്കാണ് വലിയ ആൾത്തിരക്ക്, അനിയന്ത്രിതമായ ആൾത്തിരക്കിനെ തുടർന്ന് പരിപാടിയിൽ ഇരുവർക്കും സംസാരിക്കാതെ മടങ്ങേണ്ടി വന്നത്. ഈ റാലി നിശ്ചയിച്ചിരുന്ന മൈതാനത്ത് ഏതാണ്ട് 2 ലക്ഷത്തോളം പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത്രത്തോളം പേർക്ക് മാത്രമേ അവിടെ കസേരകളോ മറ്റോ ഒരുക്കാനും സൗകര്യമുള്ളൂ. എന്നാൽ 3 ലക്ഷത്തോളം പേർ ഇവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ സ്റ്റേജും ആൾക്കൂട്ടവും തമ്മിലുള്ള സുരക്ഷയ്ക്കായി പാലിക്കാറുള്ള അകലം അതുപോലും ഭേദിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ആളുകൾ സ്റ്റേജിനടുത്തേക്ക് എത്തുകയായിരുന്നു. രാഹുലും അഖിലേഷും വേദിയിൽ എത്തോടുകൂടി ആൾക്കൂട്ടത്തിന്റെ ഈ തിക്കിത്തിരക്കിനിടയിൽ അവിടെ ക്രമീകരിച്ചിരുന്ന മൈക്കുകളും ബോക്സുകളും മറ്റും തകരുകയായിരുന്നു. ബാരിക്കേഡുകളും തകർന്നു. തുടർന്ന് ഈ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പോലും പകർത്താൻ കോൺഗ്രസിന്റെ മാധ്യമ സംഘത്തിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായി. മൈക്കുകൾ മറ്റും തകർന്നതോടുകൂടി ഇരുവരും വേദിയിലിരുന്ന് 15 മിനിറ്റോളം പരസ്പരം സംസാരിച്ച് പ്രസംഗം നടത്താതെ ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ശരി ബൽറാം, യു പിയിലെ ഫൂൽപൂരിലാണ് വലിയ ആൾത്തിരക്ക് കാരണം പരിപാടിയിൽ സംസാരിക്കാതെ റാലി അഭിസംബോധന ചെയ്യാതെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മടങ്ങിയത്.